ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന്റെ തൊട്ട പിറ്റേ ദിവസം തന്നെ നമ്മൾ മുത്തപ്പനോടുള്ള ഒരു നന്ദി സൂചകമായിട്ട് പറശ്ശിനിക്കടവ് പോവാണ് രണ്ടുപേരും കൂടെ. അന്ന് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഈ വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് 5:15 മലബാർ എക്സ്പ്രസിന് കണ്ണൂരേക്ക് വണ്ടി കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എൻഗേജ്മെന്റിന് വേണ്ടി അവൻ കൊണ്ടുവന്നിട്ടുള്ള മാലയും ഡ്രസ്സും ചെരുപ്പും ബാക്കി ആക്സസറീസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരുങ്ങിയിട്ടുള്ളത്. മാർച്ച് 4-ാം തീയതി നമ്മുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. മെയ് 1-ാം തീയതി കല്യാണവും. എല്ലാം ഒരു ഭയങ്കര ചടപടാ സ്പീഡിൽ നടന്നിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെന്റിന്റെ തിരക്കും അത് കഴിഞ്ഞുള്ള ക്ഷീണം എല്ലാം കാരണം ഇന്നലെ കിട്ടിയിട്ടുള്ള എൻഗേജ്മെന്റ് വിഷസിനൊന്നും റിപ്ലൈ കൊടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അത് ഓരോന്നോരോന്നായിട്ട് ഈ പോകുന്ന വഴി കൂടെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. വെളുപ്പിന് 5 മണിക്ക് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ശാന്തമായിരുന്നെങ്കിലും ട്രെയിനിൽ ഒടുക്കത്തെ തിരക്കുണ്ടായിരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു പകുതി ആശ്വാസം കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പറശ്ശിനി എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കണം എന്നുണ്ടായിരുന്നു. കാരണം രാവിലെ മുതലും ഇന്നലെ രാത്രിയിലും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി റോഡ് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഹോട്ടൽസ് ഉണ്ടായിരുന്നു. അവിടെ കയറി നെയ്പത്തിരിയും ചായയും കഴിച്ചു. 8:45 മുന്നേ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുത്തപ്പൻ കെട്ടിയതും പിന്നെ മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ബോട്ടിൽ വെള്ളവും വാങ്ങിച്ചിട്ട് നേരെ ഓട്ടോ കയറി സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പറശ്ശിനിക്കടവ് ബസ് കിട്ടും. അപ്പം അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മിക്കവാറും മാക്സിമം എല്ലാ വർഷങ്ങളിലും വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും പറശ്ശിനിക്കടവ് പോകാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പറ്റുന്ന പോലെയൊക്കെ. അപ്പോൾ ഈ വർഷം ഞാൻ പോയിട്ടുള്ളത് മിഥുൻ്റെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ KSRTC വിൻഡോ സീറ്റിൽ അനിയനോടും ഫ്രണ്ട്സിനോടൊക്കെ അടി ഉണ്ടാക്കുന്ന മാതിരി ഇവൻ്റെ കൂടെ അടി ഉണ്ടാക്കേണ്ടി വന്നില്ല. കാരണം നമ്മൾ തന്നെയാണല്ലോ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നേരെ പറശ്ശിനിയിലെ സ്റ്റാൻഡിലെത്തിയിട്ട് നമ്മൾ നേരെ റോഡ് ക്രോസ് ചെയ്തിട്ട് അമ്പലം ലക്ഷ്യമാക്കിയിട്ട് നടന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, പോയവർക്ക് അറിയാം. ഇഷ്ടംപോലെ സ്റ്റെപ്സ് ഇറങ്ങാനുണ്ട്. ഇറങ്ങുമ്പോൾ നല്ല രസം ഉണ്ടാവും, പക്ഷെ തിരിച്ചു കയറുമ്പം കുറച്ചൊന്ന് കഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഇത്രയും കാലം പറശ്ശിനിക്കടവ് പോയതിൽ ഇത്രയും ഹാപ്പിനെസ്സോട് കൂടി എന്താ പറയുക, ഭയങ്കര അതായത് നമുക്കൊരു റിസൾട്ട് കിട്ടിയതിന് ശേഷം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മളിപ്പോൾ മുത്തപ്പനെ കാണാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇത്രയും സന്തോഷത്തോടെ പോയിട്ടുള്ളത് എൻ്റെ അനിയൻ്റെ ചോറൂടിനായിരുന്നു. അതൊരു 18 വർഷം മുൻപത്തെ കഥയാണ്. പറശ്ശിനിക്കടവിനകത്തും പുറത്തുമായിട്ട് നമുക്ക് ഒത്തിരി നായ്ക്കളെ കാണാൻ പറ്റും, പക്ഷെ അവർ നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ല. ആളുകൾ തിരിച്ചും അവിടെയുള്ള നായ്ക്കളോട് ഭയങ്കര ഭക്തിയോട് കൂടിയാണ് പെരുമാറാറുള്ളത്. കാരണം മുത്തപ്പന് ഭയങ്കര പ്രിയപ്പെട്ടതാണ് നായ്ക്കൾ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. സ്റ്റെപ്സ് ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ കടകളുണ്ട്. നമുക്ക് വേണ്ട ഫാൻസി ഐറ്റംസ്, മാല, വള, കമ്മല്, പൊട്ട്, പിന്നെ ഭഗവാന്റെ പ്രതിമകൾ, വിഗ്രഹങ്ങൾ, ഫോട്ടോസ്, അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ആണോ നമുക്ക് വേണ്ടത് അതെല്ലാം ഒരുപാട് കടകളുണ്ട് പറശ്ശിനിക്കടവിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട്. അപ്പം അതിനകത്ത് ഈ ഒരു വളകളുടെ കടകൾ മിക്കവാറും പല ഇൻസ്റ്റാഗ്രാം റീലുകളിലും ഷോർട്സുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഭയങ്കര ഇഷ്ടം പോലെ അവിടെ ഒരുവിധം എല്ലാ തരത്തിലുള്ള കളറിലുള്ള വളകളും അവിടെ അവൈലബിൾ ആണ്. ഈ ഷോപ്പുകളുടെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ ഒരു ഇന്നർ പീസ് എന്ന് പറയുന്ന സംഭവം, നമ്മുടെ മനസ്സിൽ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന, നമ്മൾ സൂക്ഷിച്ചിരുന്ന മനസ്സിലെ ഒരുപാട് മുറിവുകൾ, വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ നമ്മളിങ്ങനെ ഈ നടയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു റിലീഫ് കിട്ടും. പിന്നെ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നടയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ആ പുഴയിൽ നമ്മൾ നന്നായിട്ട് കാല് കഴുകിയിട്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. മടപ്പുരയ്ക്കകത്ത് കയറി മുത്തപ്പനെ കണ്ടു, സന്തോഷം പങ്കുവച്ചു, അനുഗ്രഹം വാങ്ങിച്ചു, പ്രദക്ഷിണം ചെയ്തു. നമുക്ക് ഭയങ്കര ഒരു കാമിങ് റിലാക്സിങ് എഫക്റ്റ് കിട്ടും. നമ്മൾ വേറൊരു ലോകത്ത് പോയൊരു പ്രതീതി നമുക്ക് കിട്ടും. നമ്മൾ മനസ്സുരുകിയാണ് പ്രാർത്ഥിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ചെരുപ്പിട്ടിട്ട് നേരെ പോയത് പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പറശ്ശിനിക്കടവിലെ പ്രസാദം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. രാവിലെ കടലയും പിന്നെ തേങ്ങാക്കൊത്തും ചായയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മുമ്പ് എനിക്ക് വമ്പയറും തേങ്ങാക്കൊത്തും ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നേരെ നമ്മൾ പർച്ചേസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. മുത്തപ്പൻ്റെ ഒരു വലിയ ഫോട്ടോ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ നീറ്റ് എൻട്രൻസ് പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഭഗവാൻ എന്ന് പറയുന്നത് മുത്തപ്പനെ ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ മിഥുനും വാങ്ങിച്ചു. പിന്നെ 2 അമ്മമ്മമാർക്കും വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ ഭഗവാന്റെ ഫോട്ടോസ് 2 വേറെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുതിലെ മുതലേ വീടിൻ്റെ ഫ്രണ്ടിലെ വാതിൽ കാണുന്ന ഒരു റൈറ്റിംഗ് ആണ് ശ്രീമുത്തപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നുള്ളത്. നമ്മൾ അങ്ങനത്തെ 2 വാങ്ങിക്കുകയുണ്ടായി. പിന്നെ നമുക്ക് കുറെ കുഞ്ഞിമക്കളുണ്ട്. ആ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു പ്രായം മാറിയിട്ടുണ്ടാവും നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബാഗോ പേഴ്സോ അങ്ങനത്തെയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഒരെണ്ണം എനിക്ക് ഫോൺ വെക്കാനും നമ്മുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾ ഫാൻസി ബാഗുകൾ, അല്ലെങ്കിൽ എവിടെയും പോകുന്ന സമയത്ത് അവർക്ക് ക്യാരി ചെയ്യാൻ ഒരു ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കുറച്ച് ഫാൻസി ഐറ്റം പോലെ വരുന്ന ഐറ്റംസൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ആകെ മൊത്തം ഒരു 6-7 ബാഗുകൾ, 7-ൽ കൂടുതൽ ബാഗുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അമ്പലത്തിലേക്ക് കയറുന്ന വഴി തന്നെ എൻ്റെ കണ്ണുകൾ അവിടെ ഒരുപാട് കമ്മലുകൾ ഉണ്ടായിരുന്നു, പല ഡിസൈനിലുള്ള. നമുക്കത് ഇട്ടിട്ടില്ലെങ്കിൽ പോലും, നമ്മൾ ഇടുന്ന ടൈപ്പ് അല്ലെങ്കിൽ പോലും അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടും. പലതരത്തിലുള്ള ജിംകാസ്, പല ഡിസൈനിലുള്ള ഹാങ്ങിങ്സ്, പല കളറിലുള്ള ഹാങ്ങിങ്സ് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരും. അത് നമ്മൾ യൂസ് ചെയ്യണമെന്നോ നമ്മൾ വെയർ ചെയ്യണമെന്നല്ല, പക്ഷെ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടും. പല ഡിഫറെൻറ്റ് കളറിലുള്ള, ഡിഫറെൻറ്റ് മോഡലിലുള്ള ഒരുപാട് കമ്മൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ചെണ്ണം നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടും മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ പല പല ആവശ്യങ്ങൾക്കും, പിന്നെ ആവശ്യങ്ങൾ എങ്ങാനും വന്നാലോ എന്നൊക്കെ കണ്ടിട്ട് കുറച്ചെണ്ണം നമ്മൾ കമ്മലുകൾ വാങ്ങിക്കുകയുണ്ടായി. പിന്നെ നമുക്ക് ഏറ്റവും കുഞ്ഞു മക്കളുണ്ട്, ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് പറ്റിയ കളിക്കുന്ന ടോയ്സ് നോക്കണം എന്നുണ്ടായിരുന്നു. അതിനകത്ത് ഓരോ ടോയ് എടുക്കുമ്പോഴും ഞാനിത് കുട്ടി വായിലിടുമോ, കുട്ടി വായിലിട്ടിട്ട് മുറിയോ വിഴുങ്ങുമോ എന്നൊക്കെ ഉള്ളൊരു ഓരോരോ ആൻസൈറ്റീസ് ഉണ്ടാവുമല്ലോ നമുക്ക്. എന്തെങ്കിലും ടോയ്സ് വാങ്ങിയിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് കാരണം കുട്ടിക്ക് ഒരു ആപത്ത് വരരുത് എന്നുള്ളൊരു സംഭവം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. അത് കാരണം ഒത്തിരി ടോയ്സ് നോക്കിയതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഒരു ചെണ്ടയാണ് വാങ്ങിച്ചത്. അതാകുമ്പോൾ പിന്നെ അതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട്. ഇനി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഞാൻ സച്ചുവിൻ്റെ, അതായത് ബ്രദറിൻ്റെ ചോറുണ്ട സമയത്തൊക്കെ നമ്മൾ പറശ്ശിനിക്കടവ് പോയ സമയത്ത് നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ള ഏരിയ ആണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഇരുന്നിട്ട് അന്നേരം ഞാൻ അവിടെ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം പറശ്ശിനിക്കടവിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ വിശാലമായിട്ടുള്ളൊരു സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. അഗെയിൻ വിഷസ് മെസ്സേജിനൊക്കെ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, വിളിക്കാത്തവരോട് ക്ഷമ ചോദിക്കുക, അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മേലത്തെ ഫ്ലോറിലേക്ക് നമ്മൾ ക്യൂ നിന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഈ ഫുഡ് നമ്മൾ എവിടെയൊക്കെ പോയാലും ഈ ഒരു പറശ്ശിനിക്കടവത്തെ ലഞ്ചിൻ്റെ ഒരു ടേസ്റ്റ്, ഇതൊരു പ്രസാദ കൂട്ടാണ്. ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. മോര്, സാമ്പാർ, ചോറ്, വെള്ളം. പിന്നെ ഇറങ്ങുന്ന സമയത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്പയറും തേങ്ങാക്കൊത്തും ചായയും കൂടെ ഉള്ള ആ ഒരു പ്രസാദമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ അതും കഴിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ വഴിപാടുകൾ കുറച്ചെണ്ണം ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു. കുറച്ച് ഐറ്റംസ് സ്നാക്സ്, ഈ കുഴലപ്പം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് സ്നാക്സ് ആയിട്ട് വാങ്ങിച്ചു. ഞാനും ഒരു കവറിൽ വാങ്ങിച്ചു, മിഥുനും ഒരു കവറിലേക്ക് വാങ്ങിച്ചു. എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഈ പൊരി ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മിഥുന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഉത്സവ പറമ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, ഇതൊക്കെ കഴിക്കുക, ഇതൊക്കെ ഭയങ്കര ഹാപ്പിനെസ്, പുള്ളിക്ക് ഇത് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ നടന്ന് യാത്ര തിരിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇറങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു, കയറുക എന്ന് പറയുന്നത് കുറച്ച് വിഷമം പിടിച്ച ടാസ്ക്കാണ്. കാരണം ഒത്തിരി സ്റ്റെപ്പുകളുണ്ട്. മാത്രമല്ല ഉച്ച തിരിഞ്ഞുള്ള സമയം എന്ന് പറയുമ്പോൾ വെയിൽ നല്ല പോലെ ഉണ്ടാവും. അപ്പം അതിൻ്റെതായിട്ടുള്ള അത്യാവശ്യം ക്ഷീണം തിരിച്ചു കയറുമ്പോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയ അതേ ഒരു ഹാപ്പിനെസ്സോ അതേ ഒരു പ്ലസൻനെസ്സോട് കൂടി നമുക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെല്ലാം എന്താ പറയുക, നമ്മൾ ഭയങ്കര സംതൃപ്തിയോടുകൂടിയാണ് തിരിച്ചു പോകുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. പോകുന്ന വഴിക്ക് ഈ നടന്ന് കയറിയതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പിലിട്ട മാങ്ങ വാങ്ങിക്കുകയുണ്ടായി. നേരെ ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എഗെയിൻ നമ്മൾ ട്രെയിനിനാണ് തിരിച്ചു പോകുന്നത്. വിൻഡോ സീറ്റിൽ നേരത്തെ പോലെ ആയിരുന്നില്ല, നല്ല വെയിലുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലപോലെ വെയിലുണ്ടായ കാരണം ഷോളൊക്കെ ഇട്ടിട്ടാണ് പിന്നെ തിരിച്ചുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റിൽ ഇരിക്കണമെന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എൻഗേജ്മെന്റിന് ഇട്ട മെഹന്തി ഡിസൈൻസ് ഒന്നും കാര്യമായിട്ട് കാണാനോ ആസ്വദിക്കാനോ ഉള്ള സമയമോ സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ ട്രെയിനിലുള്ള തിരിച്ചുപോക്കിലാണ് ഞാൻ എൻ്റെ മെഹന്തിയൊക്കെ കാര്യമായിട്ട് കാണുന്നതും അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുന്നതൊക്കെ. അപ്പം എൻ്റെ മെഹന്തിൻ്റെ അകത്ത് അവൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻഗേജ്മെൻറ്റിൻ്റെ തിരക്കിൽ അവനോട് കണ്ടുപിടിക്കാൻ പറയാൻ മറന്നുപോയ കാരണം ട്രെയിനിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവനോട് അവൻ്റെ പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞു ആ മെഹന്തിൻ്റെ അകത്തുനിന്ന്. അവൻ വളരെ നിഷ്പ്രയാസം തന്നെ അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൽ അവൻ സക്സസ് ആവുകയുണ്ടായി. വൈകിട്ട് കൊയിലാണ്ടി എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും കഴിക്കണം എന്ന് പറയുകയുണ്ടായി. അപ്പം നമ്മൾ കൊയിലാണ്ടി ഉള്ളൊരു മന്തിക്കടയിൽ നിന്ന് ഒരു ഹാഫ് മന്തി വാങ്ങിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെസ് പീസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ചെസ് പീസ് രണ്ടുപേരും തന്നു. സാധാരണ അങ്ങനെ കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെയായിട്ടും പറശ്ശിനിക്കടവ് സന്ദർശിക്കാത്ത ആരെങ്കിലും നമ്മുടെ ഈ വ്ലോഗ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇനി ഒരു അവസരം വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ ഒരു സമയവും സാഹചര്യവും യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.